ഓക്കെ, നമുക്ക് ഇവിടെ എന്താ ചോദിച്ചിരിക്കുന്നത്? ഫൈൻഡ് ദ ഇന്റർവെൽസ് ഇൻ വിച്ച് ദ ഫംഗ്ഷൻ എഫ് ഗിവൺ ബൈ എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് 4x പ്ലസ് 6 ഈസ് സ്ട്രിക്ട്ലി ഇൻക്രീസിങ്. ഓക്കെ, സോ ഒരു കണ്ടീഷനാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൽ ഏത് കണ്ടീഷൻ സാറ്റിസ്ഫൈ ആകുമ്പോഴാണ് ഈ തന്നേക്കുന്ന ഫംഗ്ഷൻ സ്ട്രിക്ട്ലി എന്താവുന്നത്? ഇൻക്രീസിങ് ആവുന്നതെന്നാണ്. നമുക്കറിയാം സ്ട്രിക്ട്ലി ഇൻക്രീസിങ്ങും ഡിക്രീസിങ്ങും ഫംഗ്ഷന്റെ മാക്സിമം വാല്യൂ മിനിമം വാല്യൂ ഒക്കെ കണ്ടുപിടിക്കാൻ നമുക്ക് ആരും ഉപയോഗിക്കാൻ പറ്റും? നമ്മുടെ ഡെറിവേറ്റീവ്സിന് യൂസ് ചെയ്യാൻ പറ്റും അല്ലേ? ഡിഫറൻസിയേഷൻ എന്ന് പറയുന്ന കോൺസെപ്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? യൂസ് ചെയ്യാൻ പറ്റും. ഇതാ നോക്കിയോ, ഞാൻ ജസ്റ്റ് അതൊന്ന് പറഞ്ഞു തരാം. ഇതാ നോക്കിയേ, ഇവിടെ എൻ്റെ കയ്യിൽ ഒരു ഫംഗ്ഷൻ ഉണ്ടെന്ന് വിചാരിക്കുക. ഇവിടെ എൻ്റെ കയ്യിൽ എന്തുണ്ടെന്ന് വിചാരിക്കുക? ഒരു ഫംഗ്ഷൻ ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, നമുക്കറിയാം ഈ ഫംഗ്ഷൻ താണ്ടേ ഇവിടൊക്കെ എന്ത് ചെയ്യുക? ഇങ്ങനെ ഇൻക്രീസ് ആയി പൊയ്ക്കൊണ്ടിരിക്കുമല്ലോ. എക്സ് കിട്ടുന്നതിനനുസരിച്ച് വൈയുടെ വാല്യൂ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? എക്സ് കൂടുന്നതിനനുസരിച്ച് വൈയുടെ വാല്യൂ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? കൂടിക്കൊണ്ടിരിക്കുക. ഇനി ഞാൻ വേറൊരു ഫംഗ്ഷൻ വരച്ചു തരാം. കൂടി കുറഞ്ഞു ഇങ്ങനെ പോയി പിന്നെയും കൂടി ഇങ്ങനെ പോവാന്ന് വിചാരിക്കുക. അപ്പൊ ഇവിടെ എന്ത് സംഭവിക്കുന്നുണ്ട്? ഫംഗ്ഷൻ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഫംഗ്ഷൻ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ ഒരു ഇന്റർവെല്ലിൽ വരെ ഫംഗ്ഷൻ എന്ത് ചെയ്തു? ഇൻക്രീസ് ചെയ്തു. അപ്പൊ എനിക്ക് പറയാം 0 മുതൽ ഈ ഒരു ഇന്റർവെല്ലിൽ വരെ ഫംഗ്ഷൻ എന്ത് ചെയ്യുക? ആ ഒരു ഇന്റർവെല്ലാണ് കൺസിഡർ ചെയ്യുന്നെങ്കിൽ ആ ഇന്റർവെല്ലിൽ വരെ ഫംഗ്ഷൻ എന്ത് ചെയ്യുക? സ്ട്രിക്ട്ലി ഇൻക്രീസ് ചെയ്യുക. പക്ഷേ ടോട്ടൽ ഫംഗ്ഷൻ സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ആണോ? അല്ല. ഒരു ഇന്റർവെല്ലിൽ പറഞ്ഞിട്ടില്ല എങ്കിൽ ഈ രണ്ടാമത് വന്നിരിക്കുന്ന ഫംഗ്ഷൻ സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ആണോ? അല്ല. അത് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഒരു പോയിന്റിൽ എന്ത് ചെയ്യുന്നുണ്ട്? അതിന്റെ മാക്സിമം എത്തുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അത് എന്ത് ചെയ്യുന്നുണ്ട്? ഡിക്രീസ് ചെയ്യുന്നുണ്ട്. ഒരു പോയിന്റ് അത് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു മിനിമം വാല്യൂ എത്തുന്നുണ്ട്. ഒരു ലോക്കൽ മിനിമം വാല്യൂ എത്തുന്നുണ്ട്. വീണ്ടും എന്ത് ചെയ്യുന്നുണ്ട്? അത് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. സോ ടോട്ടൽ ഫംഗ്ഷനെ എടുത്ത് നോക്കുകയാണെങ്കിൽ അതെന്തല്ല? സ്ട്രിക്ട്ലി ഇൻക്രീസിങ് എന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷേ ഞാൻ ഒരു റേഞ്ച് പറയുകയാണെങ്കിൽ ആ റേഞ്ചിൽ ആ ഫംഗ്ഷൻ എന്താ? സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ആണ്. ഇനി ഞാൻ ഇവിടം മുതൽ ഇവിടം വരെയുള്ള റേഞ്ച് പറയുകയാണെങ്കിലോ, ഈ റേഞ്ചാ പറയുന്നെങ്കിലോ, അവിടെ ഫംഗ്ഷൻ എന്താ? സ്ട്രിക്ട്ലി ഡിക്രീസിങ്. കണ്ടോ, ഫംഗ്ഷന്റെ വാല്യൂ എക്സ് കൂടുന്നതനുസരിച്ച് വൈയുടെ വാല്യൂ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? കുറഞ്ഞുകൊണ്ടിരിക്കുക. ഇനി ഇത് കഴിഞ്ഞിട്ടുള്ള ഇന്റർവെല് കഴിഞ്ഞാലോ ഈ ഫംഗ്ഷൻ ഇനി ഇതാണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ ഒരു പോയിന്റ് കഴിഞ്ഞിട്ട് അങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ഈ ഫംഗ്ഷൻ എന്ത് ചെയ്യുക? ഈ ഒരു പോയിന്റിന് ശേഷം ഫംഗ്ഷൻ എന്ത് ചെയ്യുക? സ്ട്രിക്ട്ലി ഇൻക്രീസിങ്. അതിനി താഴ്ന്നില്ലെന്ന് വിചാരിക്കുക, ഫംഗ്ഷൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ പറയാം ഈ ഒരു പോയിന്റിന് അപ്പുറത്തോട്ട് ഈ ഫംഗ്ഷൻ എന്താണ്? സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ആണെന്ന് പറയാം. അപ്പൊ ഐഡിയ മനസ്സിലായോ? സ്ട്രിക്ട്ലി ഇൻക്രീസിങ് എന്താണ്? സ്ട്രിക്ട്ലി ഡിക്രീസിങ് എന്താണ്? ജസ്റ്റ് ഇൻക്രീസിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിക്രീസിങ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഐഡിയ മനസ്സിലായി. ഇനി നമുക്കിവിടെ എങ്ങനെയാണ് നമ്മുടെ ഡെറിവേറ്റീവ്സിന് ഇവിടെ യൂസ് ചെയ്യുന്നത് നോക്കാം. നമുക്കറിയാം ദാണ്ട ഈ ഫംഗ്ഷൻ ഇൻക്രീസിങ് ആണെങ്കിൽ ഇതാ നോക്കിയേ, ഏതെങ്കിലും ഒരു പോയിന്റിലെ സ്ലോപ്പ് എടുക്കുക. ഏതെങ്കിലും ഒരു പോയിന്റിൽ എന്തെടുക്കുക? സ്ലോപ്പ് എടുക്കുക. സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സ്ലോപ്പിനെയാണ് നമ്മൾ എന്ത് വിളിച്ചത്? dy/dx എന്ന് വിളിച്ചത്. ഡെറിവേറ്റീവ് എന്ന് നമ്മൾ വിളിച്ചത് ആരെയാ? സ്ലോപ്പിനെ അല്ലേ? dy/dx എന്ന് പറഞ്ഞാൽ എന്താ? ചേഞ്ച് ഇൻ y ആക്സിസ് ബൈ ചേഞ്ച് ഇൻ x ആക്സിസ് അല്ലയോ? dy/dx അത് എന്ത് തന്നെയാ? അത് ടാൻ തീറ്റ തന്നെയാണ്. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ അതിനെ എന്ത് വിളിച്ചു? സ്ലോപ്പ് എന്ന് വിളിച്ചു. ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളതാ? പഠിച്ചിട്ടുള്ളതാ അല്ലേ? ചേഞ്ച് ഇൻ y ആക്സിസ് വിത്ത് റെസ്പെക്ട് ടു ചേഞ്ച് ഇൻ x ആക്സിസ് dy/dx. ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ് അതെന്താ? ടാൻ തീറ്റ. ടാൻ തീറ്റയെ നമ്മൾ എന്ത് വിളിച്ചത്? സ്ലോപ്പ് എന്ന് വിളിച്ചത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓർമ്മയുണ്ടേ? ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പറയാനുള്ളത്. അങ്ങനെയാണെങ്കിൽ പറ, സ്ലോപ്പ് പോസിറ്റീവ്. കണ്ടോ, ഇവിടെ ഏറ്റം കയറുക. ഏതെങ്കിലും ഒരു പോയിന്റ് എടുക്കുമ്പോൾ സ്ലോപ്പ് പോസിറ്റീവ് ആണെങ്കിൽ നമുക്ക് പറയാം ആ ഫംഗ്ഷൻ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷെ അതാണ് ഈ പോയിന്റ് നോക്കിയേ, ഇവിടെ ഒരു സ്ലോപ്പ് വരച്ചാൽ ഇറക്കമല്ലേ വരുന്നത്? അതായത് സ്ലോപ്പ് എന്താ? നെഗറ്റീവ് അല്ലേ? സോ സ്ലോപ്പ് നെഗറ്റീവ് ആണെങ്കിൽ പറയാം ഫംഗ്ഷൻ എന്താ? ഡിക്രീസിങ് ആണെന്ന് പറയാം. ഓക്കെ, അപ്പൊ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. സ്ലോപ്പ് പോസിറ്റീവ് ആണ് അല്ലെങ്കിൽ ഡെറിവേറ്റീവ് പോസിറ്റീവ് ആണ്. ഡെറിവേറ്റീവ് പോസിറ്റീവ് ആണെങ്കിൽ നമുക്ക് പറയാം ഫംഗ്ഷൻ എന്താ? ഇൻക്രീസിങ്. ഡെറിവേറ്റീവ് നെഗറ്റീവ് ആണെങ്കിൽ നമുക്ക് പറയാം ഫംഗ്ഷൻ എന്താ? ഡിക്രീസിങ്. അപ്പോൾ കോൺസെപ്റ്റ് ക്ലിയർ ആയി. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഫംഗ്ഷനിലോട്ട് പോവാം. നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത് എന്താ? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് 4x പ്ലസ് 6 എന്നാണ് തന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എഫ് ഡാഷ് ഓഫ് എക്സ് എന്താ? എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഡെറിവേറ്റീവ് എടു 2x മൈനസ് 4. ഓക്കെ, 2x മൈനസ് 4. ഇതെപ്പോഴും എന്തായിരിക്കണം? പോസിറ്റീവ് ആയിരിക്കണം. അതായത് ഗ്രേറ്റർ ദാൻ എന്തോ ആയിരിക്കണം? 0 ആയിരിക്കണം. അപ്പൊ ഇത് ഗ്രേറ്റർ ദാൻ 0 ആവാനുള്ള കണ്ടീഷൻ എന്താ? 2x മൈനസ് 4 ഗ്രേറ്റർ ദാൻ 0 ആവുള്ള കണ്ടീഷൻ എന്താ? പ്ലസ് 4 കൊണ്ട് രണ്ട് സൈഡിൽ ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടും 2x ഗ്രേറ്റർ ദാൻ എന്തെന്ന് കിട്ടും? 4 എന്ന് കിട്ടും. x ഗ്രേറ്റർ ദാൻ എന്തെന്ന് കിട്ടും? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. x ഗ്രേറ്റർ ദാൻ എന്തെന്ന് കിട്ടും? 2 എന്ന് കിട്ടും. അതായത് എക്സിന് 2ന് മേളിലുള്ള ഒരു വാല്യൂ കൊടുക്കാന്ന് വിചാരിക്കാം. എക്സിന് 2 എടുത്താൽ നമുക്കറിയാം എന്തായിപ്പോവും? 0 ആയിപ്പോവും. 2 എടുത്താൽ എന്തായിപ്പോവും? 0 ആയിപ്പോവും. നമുക്കറിയാം സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ആണോ എന്ത് ചെയ്യണം? ഫംഗ്ഷൻ എപ്പോഴും എഫ് ഡാഷ് ഓഫ് എക്സ് എപ്പോഴും എന്തായിരിക്കണം? പോസിറ്റീവ് ആയിരിക്കണം. ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കണം. കണ്ടീഷൻ അതാ. ഓക്കെ, സോ എക്സ് ഗ്രേറ്റർ ദാൻ 2 ആണെങ്കിൽ എഫ് ഡാഷ് ഓഫ് എക്സ് എപ്പോഴും എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, 2ന് പകരം എക്സിനും 2വിനേക്കാൾ വലിയൊരു വാല്യൂ കൊടുക്കുക, 3 കൊടുക്കുക. അപ്പോൾ എന്ത് കിട്ടും? 2 × 3 എത്ര കിട്ടും? 6 മൈനസ് 4 പോസിറ്റീവാണ്.
അടുത്തൊരു വാല്യൂ ഇട് 4, 8 - 4 പോസിറ്റീവാണ്. അടുത്തൊരു വാല്യൂ ഇട് 5, 10 - 4 പോസിറ്റീവാണ്. സോ എക്സിന് 2-നേക്കാൾ വേറൊരു വലിയൊരു വാല്യൂ ഏത് വാല്യൂ കൊടുത്തു കഴിഞ്ഞാലും എഫ് ഡാഷ് ഓഫ് എക്സ് എന്തായിട്ട് നിൽക്കും? പോസിറ്റീവായിട്ട് നിൽക്കും. അപ്പോൾ എനിക്ക് മനസ്സിലായി എക്സ് 2 എന്ന് പറയുന്ന പോയിന്റിന് അപ്പുറത്തോട്ട് പോവുകയാണെങ്കിൽ 2 എന്ന് പറയുന്ന പോയിന്റിന് അപ്പുറത്തോട്ട് പോവുകയാണെങ്കിൽ ഫംഗ്ഷൻ എന്ത് ചെയ്യത്തേ ഉള്ളൂ? ഇങ്ങനെ ഇൻക്രീസ് ചെയ്ത് പോകത്തേ ഉള്ളൂ. ഏത് പോയിന്റ് സ്ലോപ്പ് എടുത്താലും അതെന്തായിരിക്കും? ഒരു പോസിറ്റീവ് സ്ലോപ്പ് ആയിരിക്കും കിട്ടാൻ പോകുന്നത്. ഓക്കെ, അതിനർത്ഥം എന്താ? 2-ന് മുകളിലോട്ട് ഫംഗ്ഷൻ എന്താണ്? സ്ട്രിക്റ്റ് ആയിട്ട് ഇൻക്രീസ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുക. സോ നമ്മുടെ ഓപ്ഷൻ എന്താ ഇവിടെ? നമ്മുടെ റൈറ്റ് ഓപ്ഷൻ എക്സ് ഗ്രേറ്റർ ദാൻ 2 ആണെങ്കിൽ എന്താണ്? ഫംഗ്ഷൻ സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ആയിരിക്കും. ഓക്കെ ആണോ? ഓക്കെ. ഫംഗ്ഷന്റെ ഏറ്റവും മാക്സിമം വാല്യൂ അല്ലെങ്കിൽ മിനിമം വാല്യൂ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? കണ്ടോ, മാക്സിമം ഏതോ ഒരു പോയിന്റ് ഒരു മാക്സിമം ഉണ്ടായിട്ടുണ്ട്. ആ മാക്സിമം കണ്ടുപിടിക്കാൻ ഒരു ലോക്കൽ മാക്സിമം ഉണ്ടായിട്ടുണ്ട്. ലോക്കൽ മാക്സിമം ലോക്കൽ മിനിമം എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ ഒരു റേഞ്ചിനിടയ്ക്ക് നമ്പർ ഞാൻ പറയാം, ഈ 1-നും 2-നും ഇടയ്ക്ക്, അല്ല 0-ക്കും 2-നും ഇടയ്ക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു മാക്സിമം പോയിന്റ് ഇവിടെ വന്നിട്ടുണ്ട്. ആ മാക്സിമത്തിൽ സ്ലോപ്പ് എന്താ? അതുകൊണ്ട് ഇങ്ങനെയല്ലയോ? അതായത് സ്ലോപ്പ് എന്താ? 0 അല്ലേ? എഫ് ഡാഷ് ഓഫ് എക്സ്. അപ്പോൾ എന്തിന് ഇക്വേറ്റ് ചെയ്താൽ മതി? 0-ക്ക് ഇക്വേറ്റ് ചെയ്താൽ മതി. ഈ പോയിന്റ് ഏതാന്ന് കിട്ടും. ഓക്കെ ആണോ? ഓക്കെ, സോ ആ കോൺസെപ്റ്റൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? അങ്ങനെയുള്ള പ്രോബ്ലംസ് വരുമ്പോൾ ചെയ്യാം. ഞാൻ പറഞ്ഞ ഡീറ്റെയിൽ ആയിട്ടുള്ള ഈ കോൺസെപ്റ്റുകളെല്ലാം ഇൻക്ലൂഡ് ചെയ്ത് ഡീറ്റെയിൽ ആയിട്ടുള്ള പ്രോബ്ലംസ് എല്ലാം സോൾവ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മുടെ NCERT-യിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? സോൾവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് ഒക്കെ എന്ത് ചെയ്യണം? പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ.